സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബിൽഡിംഗ് ബൈ ലോന്റെ MCQ ഡിസ്കഷൻ സെക്ഷൻ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു സെക്ഷൻ പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് വരുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവുക. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ലാസ്റ്റ് മിനിറ്റിലൊക്കെയാണ് നോക്കുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസിലൂടെ പോർഷൻസ് കവർ ചെയ്യുക എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നോക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളതായിട്ടുള്ള രീതിയിൽ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളൊരു ഈ ഒരു ബിൽഡിംഗ് ബൈ ലോ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷൻ പഠിച്ചു കഴിഞ്ഞ് ഒരു എക്സാം എഴുതുന്ന ആ ഒരു അതേ ഒരു എഫക്റ്റിൽ നിങ്ങളിത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ പോർഷൻസ് ക്ലിയർ ആയി മനസ്സിലായി, ഏതൊക്കെ പോർഷൻസ് ഒന്നുകൂടെ നോക്കാനുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുള്ളത് ദ അറേഞ്ച്മെന്റ്സ് ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് ഇൻ എക്സ്റ്റേണൽ വാൾ ഓഫ് എ ബിൽഡിംഗ് വിച്ച് the occupant to receive and enjoy natural gifts as sunshine, breeze and beauty of landscape, and at the same time protecting the inmates from the effects. അപ്പം ഈ ഒരു ടേമിന് എന്താണ് പറയുക? അപ്പം ഇതിൽ ഓപ്ഷൻസ് ഞാൻ വായിക്കാം, ഇത് നിങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ ആസ്പെക്റ്റ് ആണ്, ഓപ്ഷൻ ബി സാനിറ്റേഷൻ, ഓപ്ഷൻ സി റൂമിനസ്, ഓപ്ഷൻ ഡി പ്രോസ്പെക്റ്റ്. അല്ലേ, ഏതാണ് ആൻസർ വരുന്നത്? ഇത് ബിൽഡിംഗ് ബൈ ലോയിൽ തന്നെ പ്ലാനിംഗ് എന്നുള്ള സെക്ഷനിൽ വരുന്ന കാര്യമാണ് അല്ലേ. അപ്പം അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ആസ്പെക്റ്റ്, അതുപോലെ തന്നെ എലജൻസ്, ഫ്ലെക്സിബിലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് എന്തായാലും മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് അറേഞ്ച്മെന്റ്സ് ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് അല്ലേ. ആ ഒരു ടേം കാണുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകും. അറേഞ്ച്മെന്റ്സ് ഓഫ് ഡോർസ് ആൻഡ് വിൻഡോസ് എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വീടിൻ്റെ പ്ലാൻ ആണെങ്കിൽ അതിൽ നിങ്ങൾ ബെഡ് എവിടെ കൊടുക്കണം, അതുപോലെ തന്നെ കിച്ചൺ എവിടെ കൊടുക്കണം, പിന്നെ നിങ്ങൾ ഡൈനിങ് ഏരിയ അല്ലേ, ഡൈനിങ് ഏരിയ എവിടെ കൊടുക്കണം, ഡ്രോയിങ് റൂം, സ്റ്റോർ റൂമൊക്കെ എവിടെ കൊടുക്കണം എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിന് അല്ലേ. അപ്പം അതിന് നമ്മൾ പറയുന്നതാണ് ആസ്പെക്റ്റ് അല്ലേ. ആസ്പെക്റ്റ് എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. അപ്പം ഇവിടെ ഏതാണ് ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ആസ്പെക്റ്റ്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ് ചോദിച്ചിട്ടുള്ളത്? പ്ലേസിംഗ് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ബിൽഡിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ സൺ പ്രിവെയിലിംഗ് വിൻഡ് ഡയറക്ഷൻ, റെയിൻ ആൻഡ് ടോപ്പോഗ്രാഫി ഓഫ് ദ ലൊക്കാലിറ്റി ഈസ് കോൾഡ് അല്ലേ. ഏതാണ്? ഓപ്ഷൻ എ അല്ലേ. ഓപ്ഷൻ എ ഓറിയന്റേഷൻ, ഓപ്ഷൻ ബി വെന്റിലേഷൻ, ഓപ്ഷൻ സി റൂമിനസ്, ഓപ്ഷൻ ഡി സാനിറ്റേഷൻ. ഏതാണ് ആൻസർ വരുന്നത്? തന്നിട്ടുള്ള ഓപ്ഷൻ നോക്കുക, അതിൽ ഏതാണ് കറക്റ്റ് നോക്കി ആൻസർ ചെയ്യുക. അപ്പം ഏതാണ് കുറച്ച് നമ്മൾ പറഞ്ഞ ആ ഒരു ഏരിയയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ് അല്ലേ ഉള്ളത്. പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലേ ഈ ഒരു തന്നിട്ടുള്ള ഓപ്ഷനിലുള്ള എല്ലാ കാര്യങ്ങളും തന്നെ അല്ലേ. അപ്പം ഓരോന്ന് എന്തൊക്കെയാണെന്ന് നിങ്ങളെ മൈൻഡിലേക്ക് ഓർമ്മ വരുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പ്ലേസിംഗ് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് അല്ലേ. പ്ലേസിംഗ് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ദ ബിൽഡിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ സൺ പ്രിവെയിലിംഗ് വിൻഡ് ഡയറക്ഷൻ, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്ലേസ് ചെയ്യുന്നതിന് അല്ലേ. അപ്പം അത് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്ന കാര്യങ്ങളെന്ന് നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ട്. അതായത് ഇതിപ്പം ആൻസർ വരുന്നത് ഓറിയന്റേഷൻ ആണ് അല്ലേ. ഓറിയന്റേഷൻ ആണ് നമ്മളിങ്ങനെ ഒരു ടേം പറയുന്നത്. അപ്പം ഓറിയന്റേഷൻ നമ്മൾ എന്താണ് നോക്കുന്നത്? ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേസിംഗ് ഓഫ് ബിൽഡിംഗ് വിത്ത് റെസ്പെക്ട് ടു ഡയറക്ഷൻ ആണ് അല്ലേ. അതായത് നിങ്ങളിപ്പോൾ ഒരു വെന്റിലേഷൻ അല്ലേ, ഒരു വെന്റിലേറ്റർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഡോർസ് വിൻഡോസും ഒക്കെ എവിടെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ആ ഒരു വിൻഡിന്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നമ്മൾ കൊടുക്കും. അതുപോലെ തന്നെ പ്ലേസിംഗ് ഓഫ് വാൾ അല്ലേ, ലോങ് വാൾ എവിടെ കൊടുക്കണം, ഷോർട്ട് വാൾ എവിടെ കൊടുക്കണം എന്നൊക്കെ നമ്മൾ ഓറിയന്റേഷൻ നോക്കിയിട്ടാണല്ലേ പ്ലേസ് ചെയ്യുക. അപ്പം അതിനെയാണല്ലേ നമ്മൾ ഓറിയന്റേഷൻ എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ്? ഒന്നുകൂടെ വായിക്കാം. പ്ലേസിംഗ് ഓഫ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഓഫ് ബിൽഡിംഗ് വിത്ത് റെസ്പെക്ട് ടു സൺ പ്രിവെയിലിംഗ് വിൻഡ് ഡയറക്ഷൻ, റെയിൻ ആൻഡ് ടോപ്പോഗ്രഫി ഓഫ് ദ ലൊക്കാലിറ്റി അല്ലേ. ലൊക്കാലിറ്റി ഈസ് കോൾഡ് ഓറിയന്റേഷൻ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞതിൽ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് പറയാം. പ്ലേസിംഗ് ഓഫ് ബിൽഡിംഗ് വിത്ത് റെസ്പെക്ട് ടു ഡയറക്ഷൻ അല്ലേ, അതാണ് ഈ ഒരു ഓറിയന്റേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ടേം വരുന്നത്.
നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെന്റിലേഷൻസ് കൊടുക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ ഓരോ പ്രൊജക്ഷൻസ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ പ്രൊജക്ഷൻസ് എവിടെയാണ് വീടിൻ്റെ, നിങ്ങൾക്ക് അറിയാമല്ലേ, നമ്മൾ ബാൽക്കണി വരാന്താസ് ഒക്കെ പ്രൊജക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത് ആ ഒരു ഓറിയൻറ്റേഷനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹൊറിസോണ്ടൽ സ്ലൈസ് ബിൽഡിംഗ് വ്യൂഡ് ഫ്രം ദ ടോപ്പ് അല്ലേ. അപ്പം അതിനെന്താണ് പറയുക? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ സെക്ഷണൽ എലിവേഷൻ, ഓപ്ഷൻ ബി എലിവേഷൻ, ഓപ്ഷൻ സി സെക്ഷൻ, ഓപ്ഷൻ ഡി പ്ലാൻ അല്ലേ. ഏതാണ്, എന്താണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്? ഹൊറിസോണ്ടലി സ്ലൈസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മളിപ്പം ഇതാണ് നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ എലിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ അല്ലേ, ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂവിനാണ് നമ്മൾ എലിവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഹൊറിസോണ്ടലി സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ, ഇങ്ങനെ ഹൊറിസോണ്ടലി സ്ലൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ മുകളിൽ നിന്ന് കാണുന്ന ആ ഒരു വ്യൂ അല്ലേ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഇതേ രീതിയിൽ അല്ലേ, ഇതേ രീതിയിലായിരിക്കും ഉണ്ടാവുക. അപ്പം അതിന് നമ്മൾ എന്താണ് പറയുന്നത്? അതിന് നമ്മൾ പറയുന്ന പേര് പ്ലാൻ എന്നാണ് അല്ലേ. അപ്പം ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 3 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് FSI അല്ലേ. FSIന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഫ്ലോർ സ്റ്റെയർകേസ് ഇൻഡെക്സ്, ഓപ്ഷൻ ബി ഫ്ലോർ സ്പേസ് ഇൻഡെക്സ്, ഓപ്ഷൻ ഡി ഫ്ലോർ സൈറ്റ് ഇൻഡെക്സ്, ഓപ്ഷൻ ഡി ഫ്ലോർ സ്റ്റോറി ഇൻഡെക്സ്. ഏതാണ് ആൻസർ വരുന്നത്? ഫുൾ ഫോം ഓഫ് FSI ആണ് അല്ലേ. FSIന്റെ എന്താണ് ഫുൾ ഫോം വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ. FSI എന്ന് പറഞ്ഞാൽ ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് ആണ്. മനസ്സിലാക്കി വെക്കുക, ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. 5 എന്താണ് വരുന്നത്? ഡാഷ് റെഫേഴ്സ് ടു എ സ്ട്രക്ചർ ആൻഡ് യൂസിങ് പ്രോസസ് ദാറ്റ് ഈസ് എൻവയോൺമെന്റലി റെസ്പോൺസിബിൾ ആൻഡ് റിസോഴ്സ് എഫിഷ്യൻറ്റ് ത്രൂ ഔട്ട് എ ബിൽഡിങ്സ് ലൈഫ് സൈക്കിൾ അല്ലേ. അപ്പം അതിന് നമ്മൾ എന്താണ് പറയുന്നത്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ഡാഷ് റെഫേഴ്സ് ടു എ സ്ട്രക്ചർ ആൻഡ് യൂസിങ് process that is environmentally responsible and resource efficient throughout building life cycle എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ എക്കണോമിക്കൽ ബിൽഡിംഗ്, ഓപ്ഷൻ ബി ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ്, ഓപ്ഷൻ സി ഗ്രീൻ ബിൽഡിംഗ്, ഓപ്ഷൻ ഡി അറ്റാച്ച്ഡ് ബിൽഡിംഗ് അല്ലേ. ഇത് പേര് വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ. ഗ്രീൻ ബിൽഡിംഗ് ആണ് ആൻസർ വരുന്നത്. ഇത് പേരുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ആൻസർ ചെയ്യാം അല്ലേ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ഡാഷ് ഏരിയ മീൻസ് യൂസബിൾ ഫ്ലോർ ഏരിയ എക്സ്ക്ലൂഡിങ് സ്റ്റെയർകേസ് ലിഫ്റ്റ് വാൾ അല്ലേ. ഏതാണ് വരുന്നത് യൂസബിൾ ഫ്ലോർ ഏരിയ? ഓപ്ഷൻ എ പ്ലിന്ത്, ഓപ്ഷൻ ബി കാർപ്പറ്റ് ഏരിയ, ഓപ്ഷൻ സി ബിൽട്ടപ്പ് ഏരിയ, ഓപ്ഷൻ ഡി ലിവിങ് ഏരിയ അല്ലേ. ഏതാണ് യൂസബിൾ ഫ്ലോർ ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ വരുന്നത്? യൂസബിൾ ഫ്ലോർ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ് അല്ലേ. കാർപ്പറ്റ് ഏരിയ ആണ് ആൻസർ വരിക. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. ദ ഏരിയ ഓഫ് എ ബാത്റൂം ഷാൾ നോട്ട് ബി ലെസ് ദാൻ അല്ലേ. ഏരിയ ഓഫ് എ ബാത്റൂം ഷാൾ നോട്ട് ബി ലെസ് ദാൻ എത്ര സൈസ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്? എത്രയിൽ കുറയാൻ പാടില്ല എന്നല്ലേ. ബാത്റൂമിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? ഓപ്ഷൻസ് ഞാൻ വായിക്കാം. ഓപ്ഷൻ എ എത്രയാണ്? 2.5 മീറ്റർ, ഓപ്ഷൻ ബി 2 മീറ്റർ, ഓപ്ഷൻ സി 1 മീറ്റർ, ഓപ്ഷൻ ഡി 1.5 മീറ്റർ അല്ലേ. ഏരിയ ഓഫ് എ ബാത്റൂം ഷാൾ നോട്ട് ബി ലെസ് ദാൻ എത്രയാണ്? ഏരിയ ഓഫ് എ ബാത്റൂം ഷാൾ നോട്ട് ബി ലെസ് ദാൻ 1.5 മീറ്റർ ആണ്. അതുപോലെ തന്നെ മിനിമം വിഡ്ത്ത് ആണെങ്കിലോ, ഇപ്പൊ നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത് ബാത്റൂമിന്റെ ഏരിയ ആണല്ലേ ചോദിച്ചിട്ടുള്ളത്. ബാത്റൂമിന്റെ മിനിമം വിഡ്ത്ത് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ് വരിക? മിനിമം വിഡ്ത്ത് ചോദിക്കുകയാണെങ്കിൽ 1.1 മീറ്റർ ആണ് ആൻസർ വരിക. രണ്ട് നോട്ട് ചെയ്തെക്കുക. 1.5 ആണ് ഇവിടെ ആൻസർ വരുന്നത്. 1.1 എന്ന് പറയുന്നത് മിനിമം വിഡ്ത്ത് ആണ്. അപ്പം നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി 1.5 മീറ്റർ ആണ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്താണ് ചോദിച്ചിട്ടുള്ളത്? A building whose roof and walls are independent of any other building with open space on all sides as specified അല്ലേ.
ഏതാണ്? ഓപ്ഷൻ എ എക്കണോമിക്കൽ ബിൽഡിംഗ്, ഓപ്ഷൻ ബി അറ്റാച്ച്ഡ് ബിൽഡിംഗ്, ഓപ്ഷൻ സി ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ്, ഓപ്ഷൻ ഡി ഗ്രീൻ ബിൽഡിംഗ് അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? A building whose roofs and walls are independent അല്ലേ? ഇൻഡിപെൻഡൻ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ടേം നോക്കുക. ഓഫ് എനി അതർ ബിൽഡിംഗ് വിത്ത് ഓപ്പൺ സ്പേസസ് ഓൺ ഓൾ സൈഡ്സ് ആർ സ്പെസിഫൈഡ് അല്ലേ? അപ്പം ഏതാണ് ഇങ്ങനെ പറയുന്ന ആ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ പറയുന്ന പേരാണ് ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 8 ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിറ്റാച്ച്ഡ് ബിൽഡിംഗ് ആണ്. നോക്കി വെക്കുക. Question number 9. The distance between any accessible part of the building and the electric supply main should be between horizontally അല്ലേ? ഹൊറിസോണ്ടലി എത്രയാണ് ആ ഒരു ഇലക്ട്രിക് സപ്ലൈൻ്റെ ഡിസ്റ്റൻസ് വരുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് വരിക? ഓപ്ഷൻ സി ഞാൻ വായിക്കാം, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത് 1.5 to 2 മീറ്റർ ആണ്. ഓപ്ഷൻ ബി 1 മീറ്റർ ടു 1.5 മീറ്റർ ആണ്. ഓപ്ഷൻ സി 2 മീറ്റർ ടു 3 മീറ്റർ ആണ്. ഓപ്ഷൻ ഡി 1.2 മീറ്റർ ടു 2 മീറ്റർ ആണ്. എത്രയാണ് വരുന്നത്? The distance between any accessible part of the building and the electric supply main should between ഡാഷ് അല്ലേ? ഡാഷ് പറഞ്ഞിട്ടുള്ളത് ഹൊറിസോണ്ടലി ആണ്. ഹൊറിസോണ്ടലി ആണെന്ന് എടുത്ത് പറയാനുള്ള കാരണം നമുക്ക് വെർട്ടിക്കലി വേറെ ഡിസ്റ്റൻസ് പഠിക്കാനുണ്ട് അല്ലേ? ഹൊറിസോണ്ടലി പറയുന്ന സമയത്ത് എത്രയാണ് ആ ഒരു റേഞ്ച് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ്. റേഞ്ച് വരുന്നത് എത്രയാണ് ഹൊറിസോണ്ടലി വരുന്ന സമയത്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ? 1.2 to 2 മീറ്റർ ആണ്. നോക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനും കൂടെ പറഞ്ഞിട്ട് ഈ ഒരു കാര്യത്തിനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 10 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ സെയിം തന്നെ വെർട്ടിക്കലി ഉള്ളതാണല്ലേ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എനി ആക്സസിബിൾ പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് ദ ഇലക്ട്രിക് സപ്ലൈ മെയിൻ ഷുഡ് ബി ബിറ്റ്വീൻ ഡാഷ് വെർട്ടിക്കലി എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 1.2 മീറ്റർ ടു 2 മീറ്റർ, ഓപ്ഷൻ ബി 2.5 മീറ്റർ ടു 3.7 മീറ്റർ, ഓപ്ഷൻ സി 1.5 മീറ്റർ ടു 2 മീറ്റർ, ഓപ്ഷൻ ഡി 2 മീറ്റർ ടു 3 മീറ്റർ. ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 10 ആൻസർ വരുന്നത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ? 2.5 ടു 3.7 മീറ്റർ ആണ് വരുന്നത്. അപ്പം ഇതിൽ നമ്മളിപ്പം 2.5ഉം ഇത് 3.7ഉം പറയുന്നത് 2.5 നമ്മൾ പറയുന്നത് രണ്ടും മിനിമം വെർട്ടിക്കൽ ക്ലിയറൻസ് തന്നെയാണ്. അപ്പം അതിൽ 2.5 എന്ന് പറയുന്നത് ലോ ആൻഡ് മീഡിയം വോൾട്ടേജ് ലൈൻ ആണെങ്കിലാണ് നമ്മൾ 2.5 പറയുക. ഹൈ വോൾട്ടേജ് ലൈൻ ആണെങ്കിൽ അതിന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഹൈ വോൾട്ടേജ് ലൈന് അപ് ടു 33,000 വോൾട്ട് അല്ലേ? അപ്പം അത് ഓർത്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഏതാണ് ലോ വോൾട്ടേജ് ആണെങ്കിൽ 2.5ഉം ഹൈ വോൾട്ടേജ് ആണെങ്കിൽ 3.7ഉം അതാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അത് വെർട്ടിക്കലി വരുന്ന സമയത്ത്. ഹൊറിസോണ്ടലി വരുന്ന സമയത്താണെങ്കിൽ എങ്ങനെയാണ് വരിക? ലോ വോൾട്ടേജ് ആണെങ്കിൽ 1.2 മീറ്ററും അതുപോലെ തന്നെ ഹൈ വോൾട്ടേജ് ആണെങ്കിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 2 മീറ്ററും വരുന്നത്. അപ്പം അത് നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കാം. അപ്പം ക്വസ്റ്റ്യൻ എന്താണ്? മിനിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ഫ്രം ലോ മീഡിയം ഇലക്ട്രിക് സപ്ലൈ മെയിൻസ് ടു ബിൽഡിംഗ്. അപ്പം ഇതിന് ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ? ഓപ്ഷൻ എ 2 മീറ്റർ, ഓപ്ഷൻ ബി 1.2 മീറ്റർ, ഓപ്ഷൻ സി 3.7 മീറ്റർ, ഓപ്ഷൻ ഡി 2.5 മീറ്റർ അല്ലേ? എന്താണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്? മിനിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലേ? ലോ ടു മീഡിയം അല്ലേ ഇലക്ട്രിക് സപ്ലൈ വരുന്ന സമയത്ത് ആ ഒരു മിനിമം വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 11 എത്രയാണ് ആൻസർ വരുന്നത്? വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് 2.5 മീറ്റർ ആണല്ലേ ആൻസർ വരിക. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. മിനിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഫ്രം ലോ ടു മീഡിയം ഇലക്ട്രിക് സപ്ലൈ മെയിൻസ് ടു എ ബിൽഡിംഗ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹൊറിസോണ്ടലി ചോദിച്ചാൽ എത്രയാണ് ആൻസർ വരിക? ഓപ്ഷൻ എ 2.4 മീറ്റർ, ഓപ്ഷൻ ബി 1 മീറ്റർ, ഓപ്ഷൻ സി 1.2 മീറ്റർ, ഓപ്ഷൻ ഡി 3.7 മീറ്റർ അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആൻസർ കിട്ടിയിട്ടുണ്ടാവും അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി അല്ലേ? 1.2 മീറ്റർ ആണ് ആൻസർ വരുന്നത്.
നോക്കി വെക്കുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ നമ്പർ 13 അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 13 എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഡാഷ് ഷാൾ ബി ഡ്രോൺ ടു ദ സെയിം സ്കെയിൽ ആസ് ദ ബിൽഡിംഗ് പ്ലാൻ ഷാൾ ഇൻക്ലൂഡ് പ്ലാൻ ആൻഡ് സെക്ഷൻസ് ഓഫ് പ്രൈവറ്റ് വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ഡിസ്പോസൽ സിസ്റ്റം. അപ്പം ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ സർവീസ് പ്ലാൻ, ഓപ്ഷൻ ബി ലൊക്കേഷൻ പ്ലാൻ, ഓപ്ഷൻ സി കീ പ്ലാൻ, ഓപ്ഷൻ ഡി സൈറ്റ് പ്ലാൻ അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഡാഷ് ഷാൾ ബി drawn to the same scale as the building plan shall include plans and sections of private water supply sewage. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ വരുന്നത് സർവീസ് പ്ലാൻ ആണ് അല്ലേ? ഡ്രോയിങ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും. സർവീസ് പ്ലാൻ ആണല്ലേ നമ്മൾ അങ്ങനെ വരയ്ക്കാറ്. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. സർവീസ് പ്ലാൻ ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14 എന്താണ് ക്വസ്റ്റ്യൻ വരുന്നത്? ദ പ്ലാൻ എലിവേഷൻ ആൻഡ് സെക്ഷൻസ് ഓഫ് ദ ബിൽഡിംഗ് അക്കമ്പനിയിങ് ദ അപ്ലിക്കേഷൻ ഷാൾ ബി ആക്യുറേറ്റ്ലി ഡ്രോൺ ടു ദ സ്കെയിൽ ഓഫ് നോട്ട് ലെസ് ദാൻ 1:100 അല്ലേ? ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ സൈറ്റ് പ്ലാൻ, ഓപ്ഷൻ ബി ബിൽഡിംഗ് പ്ലാൻ, ഓപ്ഷൻ സി ലൊക്കേഷൻ പ്ലാൻ, ഓപ്ഷൻ ഡി സർവീസ് പ്ലാൻ അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 14 ആൻസർ വരുന്നത് ബി ആണ് അല്ലേ? ബിൽഡിംഗ് പ്ലാൻ ആണ്. നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. എന്താണ് ക്വസ്റ്റ്യൻ? ഡാഷ് മീൻസ് എ പ്രിസ്ക്രൈബ്ഡ് ബിൽഡിംഗ് ലൈൻ ഡ്രോൺ വിത്ത് റെഫറൻസ് ടു ദ സെൻറ്റർ ലൈൻ ഓഫ് എ സ്ട്രീറ്റ് ആൻഡ് laid down in each case by the authority on the street side of which nothing can be erected or re-erected അല്ലേ? അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ റോഡ് ലൈൻ, ഓപ്ഷൻ ബി സെറ്റ് ബാക്ക് ലൈൻ, ഓപ്ഷൻ സി സ്ട്രീറ്റ് ലൈൻ, ഓപ്ഷൻ ഡി ബൗണ്ടറി ലൈൻ. ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 15 ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിക്കാം. ഡാഷ് മീൻസ് എ പ്രിസ്ക്രൈബ്ഡ് ബിൽഡിംഗ് ലൈൻ ഡ്രോൺ വിത്ത് റെഫറൻസ് ടു ദ സെൻറ്റർ ഓഫ് എ സ്ട്രീറ്റ് ആൻഡ് laid down in each case by the authority on the street side of which nothing can be erected or re-erected അല്ലേ? അപ്പം അതിന് നമ്മൾ പറയുന്നതാണ് സെറ്റ് ബാക്ക് ലൈൻ അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. സെറ്റ് ബാക്ക് ലൈൻ ആണ് ആൻസർ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 16 എന്താണ് question? The clear vertical distance measured from the finished floor surface to the finished ceiling surface അല്ലേ? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ക്ലിയർ സ്പാൻ, ഓപ്ഷൻ ബി എഫക്റ്റീവ് ലെങ്ത്, ഓപ്ഷൻ സി ഓപ്പൺ സ്പേസ്, ഓപ്ഷൻ ഡി ഹെഡ് റൂം അല്ലേ? ദ ക്ലിയർ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് മെഷേർഡ് ഫ്രം ദ ഫിനിഷ്ഡ് ഫ്ലോർ സർഫസ് ടു ദ ഫിനിഷ്ഡ് സീലിംഗ് സർഫസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് നമ്മൾ എന്താണ് പറയുക? അതിന് നമ്മൾ പറയുന്നതാണല്ലേ ഹെഡ് റൂം എന്ന് പറയുന്നത്. അപ്പം ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്, ഹെഡ് റൂം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 17 ആണ്. ദ ഏരിയ അറ്റ് എനി ഫ്ലോർ കവേർഡ് ബൈ റൂഫ് അതർ ദാൻ കോർണൈസ് ഓർ വെതർ ഷെയ്ഡ് അല്ലേ? ഏതാണ് പറയുന്നത്? ഓപ്ഷൻ എ ബിൽട്ടപ്പ് ഏരിയ, ഓപ്ഷൻ ബി കാർപ്പറ്റ് ഏരിയ, ഓപ്ഷൻ സി കവറേജ്, ഓപ്ഷൻ ഡി പ്ലിന്ത് ഏരിയ. ഏതാണ് വരുന്നത്? ദ ഏരിയ അറ്റ് എനി ഫ്ലോർ കവേർഡ് ബൈ റൂഫ് അതർ ദാൻ കോർണൈസ് ഓർ വെതർ ഷെയ്ഡ് അല്ലേ? ഏതാണ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 17 ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ? ബിൽട്ടപ്പ് ഏരിയ ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 18 ആണ്. In the application of building permit, the site plan should be drawn to the scale of option A 1:600, option B 1:400, option C 1:200, option D 1:500. ഏതാണ് ആൻസർ വരുന്നത്? In the application of building permit, the site plan should be drawn to the scale of ഏതാണ് സൈറ്റ് പ്ലാനിൻ്റെ അല്ലേ? സൈറ്റ് പ്ലാൻ ഏതാണ് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 18 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലേ? സൈറ്റ് പ്ലാൻ നമ്മൾ വരയ്ക്കുക 1:400 ആണ് സ്കെയിൽ വരുന്നത്. അപ്പം ഓരോന്നിൻ്റെയും സ്കെയിൽ നോക്കി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഒരു ഷോർട്ട് നോട്ടിലേക്ക് ഒരു പേജിലേക്ക് ചെറുതായിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം ഡൗട്ട് വരുന്ന സമയത്ത് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. ദ കവറേജ് ഓഫ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അക്കോർഡിംഗ് ടു KMBR ഈസ് അല്ലേ? അപ്പോൾ കവറേജ് ആണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 40, ഓപ്ഷൻ ബി 35,
ഓപ്ഷൻ സി 65, ഓപ്ഷൻ ഡി 25 അല്ലേ? ഓപ്ഷൻ എ 40, ഓപ്ഷൻ ബി 35, ഓപ്ഷൻ സി 65, ഓപ്ഷൻ ഡി 25 ആണ്. ദ കവറേജ് ഓഫ് ദ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത് അക്കോർഡിംഗ് ടു KMBR അല്ലേ? KMBR പ്രകാരം എത്രയാണ് കവറേജ് വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ? 65 ആണ് ആൻസർ വരുന്നത്. നോക്കി വെക്കാം. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. ദ ലോവർ സ്റ്റോറി ഓഫ് ബിൽഡിംഗ് ബിലോ ഓർ പാർട്ട്ലി ബിലോ ദ ഗ്രൗണ്ട് ഫ്ലോർ അല്ലേ? ഓപ്ഷൻസ് വായിക്കാം. ഓപ്ഷൻ എ ബേസ്മെന്റ് ഓഫ് ഫ്ലോർ ഓർ സെല്ലാർ ഫ്ലോർ, ഓപ്ഷൻ ബി നൺ ഓഫ് ദീസ്, ഓപ്ഷൻ സി സെല്ലാർ, ഓപ്ഷൻ ഡി ബേസ്മെന്റ് ഫ്ലോർ അല്ലേ? അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്താണ് നിങ്ങൾ എല്ലാ ഓപ്ഷനും വായിച്ചിട്ട് ആൻസർ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഓപ്ഷൻ എ കാണുന്ന സമയത്ത് തന്നെ കൺഫ്യൂഷൻ ഇല്ലാണ്ട് ആൻസർ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് എക്സാമിന് ഇങ്ങനെ ആയിരിക്കില്ല ചോദിക്കുക. ഇവിടെ നമുക്ക് സി ആയിട്ടും ഡി ആയിട്ടും തന്നിട്ടുള്ളതൊക്കെ ആയിരിക്കും ഓപ്ഷൻ എയും ബിയും ഒക്കെ തന്നിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കണ്ടു കഴിഞ്ഞ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നെഗറ്റീവ് മാർക്ക് കിട്ടും അല്ലേ? അപ്പം അതൊക്കെ ശ്രദ്ധിച്ച് വേണം എക്സാമിൻ്റെ സമയത്ത് ആൻസർ ചെയ്യാൻ. ഇപ്പോഴേ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്തായാലും ആ ഒരു കറക്ഷൻസ് ഒക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൻസർ വരുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അറിയാത്തവരാണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദ ലോവസ്റ്റ് സ്റ്റോറി ഓഫ് ദ ബിൽഡിംഗ് ബിലോ ഓർ പാർട്ട്ലി ബിലോ ദ ഗ്രൗണ്ട് ഫ്ലോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേസ്മെന്റ് ഫ്ലോർ ഓർ സെല്ലാർ ഫ്ലോർ ആണ് വരുന്നത്. ഈ ബിൽഡിംഗ് ബൈ ലോൻ്റെ ഒക്കെ നമുക്ക് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ആ കാര്യങ്ങൾ നീറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ സിലബസിന് അധികവും കണ്ടുവരാറുണ്ട് ഈ ഒരു സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പഠിക്കുമ്പോൾ കറക്റ്റ് ഡൗട്ട് ഇല്ലാണ്ട് നീറ്റായിട്ട് തന്നെ പഠിക്കാം. പിന്നെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഏരിയ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പോൾ നിങ്ങൾ അറിയാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ അതും കൂടെ ക്വസ്റ്റ്യൻസിലൂടെ കവർ ചെയ്ത് പോവും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ്. The quotient obtained by dividing the floor area on all floors by the area of the plot ആണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ഇക്വേഷൻ പോലെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പോലെ അല്ലേ? അപ്പം എന്താണ്? ഓപ്ഷൻ എ പ്ലിന്ത് ഏരിയ, ഓപ്ഷൻ ബി ഫ്ലോർ ഏരിയ റേഷ്യോ, ഓപ്ഷൻ സി കാർപ്പറ്റ് ഏരിയ, ഓപ്ഷൻ ഡി സാലിയബിൾ ഏരിയ. ഏതാണ് ആൻസർ വരുന്നത്? ഫ്ലോർ ഏരിയ ഓഫ് ദ ഫ്ലോർ ബൈ ഏരിയ ഓഫ് ദ പ്ലോട്ട് അല്ലേ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ വരുന്നത് ഫ്ലോർ ഏരിയ റേഷ്യോ ആണ് അല്ലേ? ഓപ്ഷൻ ബി ആണ്, ഫ്ലോർ ഏരിയ റേഷ്യോ ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 22 നോക്കാം. എ റൂം ഓർ suites of rooms designed and intended for habitation by an individual or household in which facilities for cooking may or may not be provided അല്ലേ? അതിനെ നമ്മൾ എന്താണ് പറയുക? ഓപ്ഷൻ എ ഡെല്ലിംഗ്, ഓപ്ഷൻ ബി അപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ സി റെസിഡൻസ്, ഓപ്ഷൻ ഡി ഹൗസ് ഹോൾഡ് അല്ലേ? എന്താണ് അതിന് പറയുന്ന പേര്? എന്താണ് പറയുന്നത്? പ്രൊവൈഡ് ചെയ്യുന്ന കുക്കിംഗ് വിത്ത് ഓർ വിത്തൗട്ട് കുക്കിംഗ് ഫെസിലിറ്റീസ് അല്ലേ? അങ്ങനെ നമ്മൾ പറയുന്നതിന് നമ്മൾ പറയുന്നതാണ് ഡെല്ലിംഗ് യൂണിറ്റ് അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ആ ഒരു ടേം കറക്റ്റ് നോക്കി വെക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 23 ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് കംസ് ഇൻ ഗ്രൂപ്പ് എച്ച് അല്ലേ? ഗ്രൂപ്പ് എച്ചിൽ വരുന്ന ബിൽഡിംഗ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഹസാർഡസ്, ഓപ്ഷൻ ബി ഇൻഡസ്ട്രിയൽ, ഓപ്ഷൻ സി ബിസിനസ്, ഓപ്ഷൻ ഡി സ്റ്റോറേജ് അല്ലേ? ഏതാണ് ഗ്രൂപ്പ് എച്ചിൽ വരുന്നത്? നിങ്ങൾക്കറിയാം അല്ലേ? നമ്മൾ NBC പ്രകാരവും KMBR പ്രകാരവും നമ്മൾ ബിൽഡിങ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ വരുന്ന ഒന്നാണ് അല്ലേ ഈ ഹസാർഡിയസും ഇൻഡസ്ട്രിയലും ബിസിനസ്സും സ്റ്റോറേജും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഇവിടെ നമ്മളത് ചോദിച്ചിട്ടുള്ളത് എച്ച് ആണ്. അപ്പം നമുക്കിവിടെ ഓരോന്നിൻ്റെതായിട്ട് നോക്കിയാലോ. ഇവിടെ ഹസാർഡിയസ് അല്ലേ? ഹസാർഡിയസ് ആണ് ഫസ്റ്റ് ഓപ്ഷൻ എ പറഞ്ഞിട്ടുള്ളത്. അത് ഏതിലാണ് വരുന്നത്? അത് ഏത് ABC എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് വരുന്നത്? ജെ ആണ് അല്ലേ? ജെ കാറ്റഗറിയിലാണ് വരുന്നത്. നോക്കി വെക്കുക. ഇത് ജെ കാറ്റഗറിയിൽ വരുന്നത് NBC പ്രകാരമുള്ള ക്ലാസിഫിക്കേഷനിലാണ്. KMBR പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ ഹസാർഡസ് വരുന്നത് ഐയിലാണ്. അപ്പോൾ അത് രണ്ടും നോക്കി പഠിച്ചു വെക്കുക. പിന്നെ ഇൻഡസ്ട്രിയൽ അല്ലേ? ഇൻഡസ്ട്രിയൽ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇൻഡസ്ട്രിയൽ വരുന്നത് ഏതിലാണ്? ഇൻഡസ്ട്രിയൽ വരുന്നത് ഗ്രൂപ്പ് ജി ആണ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇൻഡസ്ട്രിയൽ KMBRും NBCയും പ്രകാരം സെയിം ഒന്ന് തന്നെയാണ് വരുന്നത്.
പിന്നെ ബിസിനസ് ബിൽഡിംഗ് അല്ലേ, ബിസിനസ് വരുന്നത് ഏതിലാണ്, ബിസിനസ് വരുന്നത് ഗ്രൂപ്പ് ഇ അല്ലേ, ഇയിലാണ് വരുന്നത്. അത് നമ്മളിപ്പോൾ NBC പ്രകാരമാണ് ബിസിനസ് ബിൽഡിംഗ് വരുന്നത്. KMBR വരുന്ന സമയത്ത് അതിൽ ബിസിനസ് ബിൽഡിംഗ് ആയിട്ട് എടുത്ത് പറയുന്നില്ല അല്ലേ, ഇ എന്നുള്ളത് ഓഫീസ് ബിൽഡിംഗ് ആയിട്ടാണ് എടുത്ത് പറയുന്നത്. ഇനി സ്റ്റോറേജ് അല്ലേ, സ്റ്റോറേജ് ഏതിലാണ് വരുന്നത്, സ്റ്റോറേജ് NBC ആണെങ്കിലും KMBR ആണെങ്കിലും ഒക്കെ വരുന്നത് ഏതിലാണ്, ഏത് കാറ്റഗറിയിലാണ്, H കാറ്റഗറിയിലാണ് അല്ലേ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നോക്കി വെക്കാം. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. 24 എന്താണ് ചോദിച്ചിട്ടുള്ളത്, ഇൻ എ ബിൽഡിംഗ് ഹൈറ്റ് ഈസ് ലെസ് ദാൻ 10 മീറ്റർ, ദ ഫ്രണ്ട് ഓപ്പൺ സ്പേസ് വിഡ്ത്ത് ഫോർ ബിൽഡിംഗ് വിത്ത് ഫ്രണ്ട് സ്ട്രീറ്റ് അല്ലേ, ആ ഒരു ഫ്രണ്ട് സ്ട്രീറ്റിലേക്കുള്ള ആ ഒരു വിഡ്ത്താണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് വരിക, ഓപ്ഷൻ എ മിനിമം 7.5, ഓപ്ഷൻ എ മിനിമം 7.5, ഓപ്ഷൻ ബി മാക്സിമം 3, ഓപ്ഷൻ സി മിനിമം 7, ഓപ്ഷൻ ഡി മിനിമം 3 അല്ലേ. എത്രയാണ് വരിക, ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഹൈറ്റ് ലെസ് ദാൻ 10 ആണ് അല്ലേ. ലെസ് ദാൻ 10 ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് ബിൽഡിംഗ് ബൈ ലോന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടില്ല, എടുക്കുന്ന സമയത്ത് പറയാം. ഓൾറെഡി പഠിച്ചവനാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ 7.5 മീറ്ററും, പിന്നെ അതുപോലെ തന്നെ 7.5 to 18 മീറ്ററും, പിന്നെ 18 to 30 മീറ്റർ, ഗ്രേറ്റർ ദാൻ 30 മീറ്റർ അല്ലേ. ഇങ്ങനെയായിരിക്കും അല്ലേ വിഡ്ത്ത് ഓഫ് ദ സ്ട്രീറ്റ് നമ്മൾ പറയുന്നത്. അപ്പം ഈ പറഞ്ഞിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ സ്ട്രീറ്റ് ഫ്രണ്ട് ഓഫ് ദ പ്ലോട്ട് അല്ലേ, ആ വാല്യൂസ് ആണ്. അപ്പം നമ്മൾ അതിൻ്റെ ഇങ്ങനത്തെ രീതിയിൽ വരുന്നതിന് ഫ്രണ്ട് ഓപ്പൺ സ്പേസ് ആണ് അല്ലേ. അപ്പം ലെസ് ദാൻ 10 മീറ്റർ ആണെങ്കിൽ അവിടെ വരുന്ന ഫ്രണ്ട് ഓപ്പൺ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മീറ്റർ ആയിരിക്കും. 7.5 to 18 മീറ്റർ ആണെങ്കിൽ 3 മീറ്റർ ആയിരിക്കും. 18 to 30 മീറ്റർ ആണെങ്കിൽ 4.5 മീറ്റർ ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ 6 മീറ്റർ ആയിരിക്കും. അപ്പം ഇവിടെ ആൻസർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഇവിടെ നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് ഇൻ ദ ബിൽഡിംഗ് ഹൈറ്റ് ഈസ് ലെസ് ദാൻ 10 മീറ്റർ ആണ് അല്ലേ. ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്, ക്വസ്റ്റ്യൻ നമ്പർ 24 ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. മിനിമം 3 മീറ്റർ ആണ്, മിനിമം 3 മീറ്റർ ആണ് ആൻസർ വരിക. ഓപ്ഷൻ ഡി ആണ് അല്ലേ കറക്റ്റ് വരിക, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 25 ആണ്. വിച്ച് റൂം ഷുഡ് ബി സിറ്റുവേറ്റഡ് നിയർ കിച്ചൺ ആൻഡ് ഡ്രോയിങ് അല്ലേ. ഏത് റൂമാണ് വരിക, ഓപ്ഷൻ എ ഡൈനിങ് റൂം, ഓപ്ഷൻ ബി ബെഡ്റൂം, ഓപ്ഷൻ സി ഹാള്, ഓപ്ഷൻ ഡി ലിവിങ് റൂം അല്ലേ. നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കിച്ചണിന് നിയർ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന റൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈനിങ് റൂം തന്നെയായിരിക്കും അല്ലേ. അപ്പം ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 26 ആണ്. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് വാസ് ക്ലാസിഫൈഡ് അല്ലേ. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്ങിൽ നമ്മൾ ഓൾറെഡി കുറച്ചെണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ഇല്ലല്ലേ, പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പം നമ്മൾ പറയാത്തതിലാണ് ഉള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്. അപ്പം ഓപ്ഷൻ ഏതൊക്കെയാണ്, ഓപ്ഷൻ എ ഗ്രൂപ്പ് എച്ച്, ഓപ്ഷൻ ബി ഗ്രൂപ്പ് സി, ഓപ്ഷൻ സി ഗ്രൂപ്പ് ഇ, ഓപ്ഷൻ ഡി ഗ്രൂപ്പ് ഐ അല്ലേ. അപ്പം ഏതാണ് ഗ്രൂപ്പ് എച്ച്, നമ്മൾ പറഞ്ഞു അല്ലേ, എച്ച് ആണ് സ്റ്റോറേജ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രൂപ്പ് ഇ എന്ന് പറയുന്നത് ഏതാണ്, ഗ്രൂപ്പ് ഇ പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ബിസിനസ് അല്ലെങ്കിൽ ഓഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രൂപ്പ് ഐ അല്ലേ, ഗ്രൂപ്പ് ഐ ഏതിലാണ് വരിക, ഗ്രൂപ്പ് ഐ എന്ന് പറയുന്നത് NBC പ്രകാരമുള്ള ക്ലാസിഫിക്കേഷനിൽ ഐ വരുന്നില്ല. KMBR പ്രകാരമുള്ള ക്ലാസിഫിക്കേഷനിലാണെങ്കിൽ ഐ വരുന്നത്. KMBR പ്രകാരമുള്ള ക്ലാസിഫിക്കേഷനിൽ ഐ എന്ന് പറയുന്നത് ഹസാർഡസ് ബിൽഡിംഗ് ആണ്. അപ്പം അത് രണ്ടും തന്നെ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇപ്പം അറിയാത്തവരാണെങ്കിൽ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഡൗട്ട് വന്നേക്കാം. പക്ഷെ നിങ്ങൾ രണ്ടും ഒരു പേജിൽ തന്നെ എഴുതി വെച്ച് പഠിക്കുമ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഗ്രൂപ്പ് സി ആണല്ലേ നോക്കാനുള്ളത്. അപ്പോൾ ഗ്രൂപ്പ് സി ഏതാണ് വരുന്നത്, ഗ്രൂപ്പ് സി ആണ് അല്ലേ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് വരുന്നത്. ഗ്രൂപ്പ് സി ആണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിംഗ് വരുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 27 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 27 എന്താണ് ചോദിച്ചിട്ടുള്ളത്, ദ നാഷണൽ ബിൽഡിംഗ് കോഡ് ഗ്രൂപ്പ്സ് ബിൽഡിംഗ് അക്കോർഡിംഗ് ടു ദ ഓക്യുപ്പൻസി ആസ് ഫോളോസ്. ഓപ്ഷൻ എ ടു ഇ, ഗ്രൂപ്പ് എ ടു ഇ, ഓപ്ഷൻ ബി ഗ്രൂപ്പ് എ ടു ജി, ഓപ്ഷൻ സി ഗ്രൂപ്പ് എ ടു എച്ച്,
ഓപ്ഷൻ ഡി ഗ്രൂപ്പ് എ ടു ജെ അല്ലേ. അപ്പോൾ നമുക്ക് നാഷണൽ ബിൽഡിംഗ് കോഡ് അല്ലേ, NBC പ്രകാരം ബിൽഡിംഗ് കോഡിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എത്ര ഗ്രേഡ് ആയിട്ടാണെന്നാണ്. NBC പ്രകാരം അല്ലേ, NBC പ്രകാരം ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് എത്രയാണ്? ഗ്രൂപ്പ് A to J വരെയാണ് അല്ലേ. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നോക്കി വെക്കുക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 28 ആണ്. കോമ്പിനേഷൻ ഓഫ് 2 or more plots as a single plot is called. ഓപ്ഷൻസ് ഏതാണ്? ഓപ്ഷൻ എ ഫ്രണ്ടേജ്, ഓപ്ഷൻ ബി അമാൽഗമേഷൻ, ഓപ്ഷൻ സി ബിൽഡിംഗ് സെറ്റ് ബാക്ക്, ഓപ്ഷൻ ഡി ബൈഫോക്കേഷൻ. ഏതാണ് വരുന്നത്? കോമ്പിനേഷൻ ഓഫ് 2 or more plots as a single plot is called അമാൽഗമേഷൻ ആണ് അല്ലേ. ഓപ്ഷൻ ബി ആണ് അല്ലേ ആൻസർ വരിക. രണ്ട് പ്ലോട്ട്സിനെ തമ്മിൽ ഒരു കമ്പൈൻ ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് അമാൽഗമേഷൻ എന്നാണ്. ഒരു വേർഡിന്റെ മീനിങ് തന്നെ മനസ്സിലാവുന്നതാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 29 ആണ്. എന്താണ് ചോദിച്ചിട്ടുള്ളത്? An intermediate floor between two floors above ground level accessible only from the lower floor is. ഓപ്ഷൻ എ mezzanine floor, ഓപ്ഷൻ എ basement floor, ഓപ്ഷൻ ബി mezzanine floor, ഓപ്ഷൻ സി cabin, ഓപ്ഷൻ ഡി loft അല്ലേ. എന്താണ് നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? An intermediate floor അല്ലേ. An intermediate ഫ്ലോർ ആണ്, എബോവ് ഗ്രൗണ്ട് ലെവൽ അല്ലേ, എബോവ് ഗ്രൗണ്ട് ലെവൽ ആക്സസിബിൾ ഓൺലി ഫ്രം ദ ലോവർ ഫ്ലോർ അല്ലേ. അപ്പം അതിന് നമ്മൾ പറയുന്നത് എന്താണ്? അതിന് നമ്മൾ പറയുന്നതാണ് അല്ലേ മെസനൈൻ ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പം ഇത് നിങ്ങളൊരു റൂമിൻ്റെ ഇപ്പം എലിവേഷൻ ആയിട്ട് കൂട്ടുക കേട്ടോ. അപ്പം ഇത് നിങ്ങളെ ഗ്രൗണ്ട് ഫ്ലോർ ആണ്, ഇതാണ് ഗ്രൗണ്ട് ഫ്ലോർ. പിന്നെ ഇതാണ് നിങ്ങളെ ആ ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലോർ അല്ലേ. ആ ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലോറിലേക്ക് നിങ്ങൾക്ക് ആക്സസ് ഈ ഒരു ഗ്രൗണ്ട് ഫ്ലോർ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ നിങ്ങളൊരു റൂമുണ്ട്. അപ്പോൾ റൂമിൽ തന്നെ നിങ്ങൾ ആ റൂമിൻ്റെ ഹാഫ് എടുത്തിട്ട് നിങ്ങൾ അവിടെ മുകളിലേക്കൊരു റൂം ഉണ്ടാക്കുകയാണ് അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ മെസനൈൻ ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പം മനസ്സിലാക്കി വെക്കുക. അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാത്തവരുണ്ടെങ്കിൽ മനസ്സിലാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. മെസനൈൻ ഫ്ലോർ അല്ലേ, മെസനൈൻ ഫ്ലോർ ആണ് ആൻസർ വരുന്നത്, നോക്കി വെക്കുക. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. 29 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ എക്സാം പോലെയാണ് ഇത് അറ്റൻഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കുക. അപ്പം പറ്റുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടാവും അല്ലേ. അപ്പം വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് തന്നെ സ്വന്തം നിങ്ങളൊന്ന് കോമ്പറ്റീറ്റ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ മാർക്കും നിങ്ങളെ മാർക്കും മീൻസ് ഈ നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് അല്ലേ. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഏറ്റവും ഹൈയിലെത്താൻ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ എന്തായാലും നിങ്ങളെ മാക്സിമം ഇപ്പം 29 കിട്ടാൻ കണക്കാക്കി തന്നെ പഠിക്കണം. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് വിലയിരുത്തുക. എന്നിട്ട് ഏത് ഏരിയ ആണ് നോക്കാനുള്ളതെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ക്ലിയർ ചെയ്ത് തന്നെ പഠിക്കാൻ നോക്കുക. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.